ബൈബിൾ ക്യൂസ് ഉൽപ്പത്തി 3-ാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: ദൈവം ആദാമിനും ഹവ്വയ്ക്കും തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷം ഏത്? ഉത്തരം: നന്മ തിന്മ അറിവിൻ്റെ വൃക്ഷം. രണ്ടാമത്തെ ചോദ്യം: ഹവ്വയെ വഞ്ചിച്ചത് ആര്? ഉത്തരം: സർപ്പം. മൂന്നാമത്തെ ചോദ്യം: സർപ്പം ഹവ്വയോട് എന്തു പറഞ്ഞു? ഉത്തരം: നിങ്ങൾ മരിക്കയില്ല. നാലാമത്തെ ചോദ്യം: ആദ്യം പഴം തിന്നത് ആര്? ഉത്തരം: ഹവ്വ. അഞ്ചാമത്തെ ചോദ്യം: ഹവ്വ പഴം ആർക്ക് കൊടുത്തു? ഉത്തരം: ആദാമിന്. ആറാമത്തെ ചോദ്യം: പഴം തിന്ന ശേഷം അവരുടെ കണ്ണുകൾ തുറന്നു അവർ എന്തു മനസ്സിലാക്കി? ഉത്തരം: തങ്ങൾ നഗ്നരാണെന്ന്. ഏഴാമത്തെ ചോദ്യം: ആദാമും ഹവ്വയും എന്തുകൊണ്ട് ഒളിച്ചു? ഉത്തരം: ഭയപ്പെട്ടതിനാൽ. എട്ടാമത്തെ ചോദ്യം: ദൈവം ആദാമിനോട് ചോദിച്ച ചോദ്യം എന്ത്? ഉത്തരം: നീ എവിടെയാണ്? ഒമ്പതാമത്തെ ചോദ്യം: ആദാം തൻ്റെ തെറ്റിന് ആരെയാണ് കുറ്റപ്പെടുത്തിയത്? ഉത്തരം: ഹവ്വയെ. പത്താമത്തെ ചോദ്യം: ഹവ്വ തൻ്റെ തെറ്റിന് ആരെയാണ് കുറ്റപ്പെടുത്തിയത്? ഉത്തരം: സർപ്പത്തെ. 11ാമത്തെ ചോദ്യം: ആദാമിനും ഹവ്വയ്ക്കും വസ്ത്രം ഉണ്ടാക്കി കൊടുത്തത് ആര്? ഉത്തരം: ദൈവം. 12ാമത്തെ ചോദ്യം: ആദാമിനെയും ഹവ്വയെയും എവിടെ നിന്ന് പുറത്താക്കി? ഉത്തരം: ഏദേൻ തോട്ടത്തിൽ നിന്ന്. 13ാമത്തെ ചോദ്യം: ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ദൈവം ആരെ നിയമിച്ചു? ഉത്തരം: കെരൂബുകൾ. 14ാമത്തെ ചോദ്യം: നീ പൊടിയാണ്, പൊടിയിലേക്ക് മടങ്ങുമെന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ആദാമിനോട്. 15ാമത്തെ ചോദ്യം: സ്ത്രീക്ക് ദൈവം പറഞ്ഞ വേദന എന്ത്? ഉത്തരം: പ്രസവ വേദന വർദ്ധിക്കുമെന്ന്. 16ാമത്തെ ചോദ്യം: ആദാമിനോട് ദൈവം പറഞ്ഞ ശിക്ഷ എന്ത്? ഉത്തരം: വിയർപ്പോടെ അപ്പം കഴിക്കും. 17ാമത്തെ ചോദ്യം: ഹവ്വ എന്ന പേരിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം: ജീവനുള്ളവരുടെ അമ്മ. 18ാമത്തെ ചോദ്യം: ജീവവൃക്ഷത്തിൻ്റെ വഴി കാക്കാൻ ദൈവം എന്താണ് സ്ഥാപിച്ചത്? ഉത്തരം: ജ്വലിക്കുന്ന വാൾ. 19ാമത്തെ ചോദ്യം: സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിൻ്റെ സന്തതിയും തമ്മിൽ എന്തുണ്ടാകും? ഉത്തരം: ശത്രുത. 20ാമത്തെ ചോദ്യം: ഫലം തിന്നാൻ ഹവ്വയെ ആകർഷിച്ചത് എന്ത്? അറിയാവുന്നവർ ഉത്തരം കമൻറ്റ് ചെയ്യും.